പോലീസ് വകുപ്പിലും മറ്റും ചില ഉന്നത സ്ഥാനങ്ങളിൽ സർക്കാർ ചില IPS ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കും. വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കും. ചിലപ്പോഴത് വിജിലൻസ് ഡയറക്ടർ ആവാം, ചിലപ്പോൾ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP, മറ്റു ചിലപ്പോൾ സ്റ്റേറ്റിന്റെ പോലീസ് മേധാവി. അപ്പോൾ ഇവിടെയൊക്കെ നിയമനം കിട്ടുന്നവരിൽ ചിലരൊക്കെ ചിന്തിക്കും, അതായത് നീതിപൂർവമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാനാണ് അവരെ അവിടെ ഇരുത്തുന്നത് എന്ന്. അതായത് എല്ലാവർക്കും നീതി കിട്ടണം. ഇപ്പം ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ സംസ്ഥാനത്ത് ക്രമസമാധാനം പുലരണം, എല്ലാ ആളുകൾക്കും എല്ലാ ജനങ്ങൾക്കും പോലീസിന്റെ സേവനം ലഭിക്കണം, അവരുടെ പ്രശ്നങ്ങളിൽ പോലീസ് വേണ്ടത്ര രീതിയിൽ ന്യായയുക്തമായിട്ട് ഇടപെടണം. അതിനൊക്കെ നേതൃത്വം കൊടുക്കാനാണ് തന്നെ അവിടെ ഇരുത്തിയിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കുന്നത്. അതുപോലെ വിജിലൻസ് ഡയറക്ടറാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ അവിടെ ഒരാളെ വെച്ചു, വളരെ സീനിയർ ആയിട്ടുള്ള ഏതാണ്ട് പെൻഷനൊക്കെ പറ്റാനാകുന്ന ഒരാളായിരിക്കും, സർവീസിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പൊ ആ ഉദ്യോഗസ്ഥൻ എന്താ വിചാരിക്കുക, പരമാവധി അഴിമതി മുക്തമായ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം, എവിടെ അഴിമതി കണ്ടാലും ഇടപെടണം, അതാണ് തന്റെ ഉത്തരവാദിത്വം എന്നൊക്കെയായിരിക്കും അദ്ദേഹം വിചാരിക്കുക. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഈ ക്രമസമാധാനം നോക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യം എടുക്ക്, അത് ഭരണകക്ഷിക്ക് നീതി കിട്ടാനാണ്, അവരുടെ പ്രവർത്തകർ പറയുന്നത് പോലെ ചെയ്യാനാണ്. അതിന് നീതിയും ന്യായവും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. പാർട്ടി എന്ത് പറയുന്നോ അതങ്ങ് ചെയ്തോണം. വെറും ലോക്കലാന്മാർ വരെ കയറി ഇടപെടും. ഈ ഉന്നത തസ്തികയിൽ വരെ, വെറും സാധാ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, അല്ലെ SP ഓഫീസിലല്ല, ഇനി തിരുവനന്തപുരത്ത് വരെ ഈ ലോക്കലാന്മാര് അങ്ങ് ഇടപെടും, ഏരിയക്കാര്. അപ്പൊ അവരൊക്കെ പറയുന്നത് അങ്ങ് കൃത്യമായിട്ട് ചെയ്തു കൊടുത്തേക്കണം. അവര് പറയുന്നതാണ് നീതി, അവര് പറയുന്നതാണ് നിയമം. അവരെ അനുസരിച്ചോ എങ്കിൽ പിന്നെ പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അതുപോലെയാണ് വിജിലൻസ് ഡയറക്ടർ. പലപ്പോഴും അഴിമതി ആരോപണങ്ങൾ ആർക്കെതിരെയാ വരിക? ഭരണവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാര്, ഉദ്യോഗസ്ഥന്മാര്, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങള്, അവർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരിക. അപ്പോഴെന്ത് ചെയ്യണം? ഭരണകക്ഷിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവരാണെന്ന് തോന്നിയാൽ, വിദൂരമായ ഒരു തോന്നലെങ്കിലും ഉണ്ടായാൽ മിണ്ടാതിരുന്നേക്കണം, അങ്ങ് ഉറക്കം നടിച്ചേക്കണം. നമുക്കിനിയും 1-2 വർഷം അല്ലെ ചിലപ്പോൾ മാസങ്ങൾ മാത്രമാണ് അടിത്തൂൺ പറ്റി പോകാൻ അവശേഷിക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ എന്തിനാ ഓരോരുത്തരുടെ ഇഷ്ടക്കേട് വായിച്ചു കെട്ടുന്നത്? ഭരണകക്ഷിയുടെ ശത്രുത നമ്മൾ എന്തിന് വില കൊടുത്തു വാങ്ങണം? അതുകൊണ്ട് അഴിമതി എന്ന് കേട്ടാൽ അത് ഭരണകക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ മിണ്ടാതിരുന്നേക്കണം, അതാണ് ബുദ്ധി. അതേസമയം വല്ല കോൺഗ്രസ്സുകാരനോ BJP-കാരനോ ആണെങ്കിൽ, അതുപോലെ തന്നെ സർക്കാരിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിൽ കയറി പിടിച്ചേക്കണം. അടുത്ത നിമിഷം ഒട്ടും സമയം കളാതെ പിടിച്ച് അകത്തിട്ടേക്കണം. അപ്പം കാര്യങ്ങൾ ശരിയാവും. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് ഗുണങ്ങളുണ്ട്, ധാരാളം ഗുണങ്ങളുണ്ട്. അതായത് സർവീസിൽ എങ്ങനെ ഉയർന്ന് മുകളിലേക്ക് പോകാം, ഏറ്റവും ഉന്നത പദവിയിലെത്തിയിട്ട് വിരമിക്കാം, അടുത്തുകൊണ്ട് പറ്റാം. റിട്ടയർ ചെയ്താലോ വലിയ ശമ്പളവും കിമ്പളവും കിട്ടുന്ന ചില തസ്തികകൾ ഇപ്പോഴുണ്ട്, പല തസ്തികകളുണ്ട്. റിട്ടയർ ചെയ്ത IAS IPS ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കാതെല്ലാം അവിടെ ജോലി കിട്ടും, അവിടെ ഒരു നിയമനം കിട്ടും. സർവീസിലിരിക്കുന്ന കാലത്ത് ഭരണകക്ഷിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ, അവരുടെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിച്ചാൽ, അവരുടെ മനോഗതം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. അവർ പറയണം എന്നൊന്നുമില്ല, അത് നമ്മൾ കാണണം. അവരെന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത് നമ്മൾ മരത്തെ കാണണം, എന്നിട്ട് പ്രവർത്തിക്കണം. അങ്ങനെയുള്ളവർക്ക് അടിവച്ചടി കയറ്റമായിരിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്കാണ് നമ്മൾ ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുക. ഇങ്ങനെ ഈ സർവീസിന് ശേഷം ഒരു തസ്തിക തരപ്പെട്ട് കിട്ടിയാൽ എന്താ കുഴപ്പം? കനത്ത ശമ്പളം വാങ്ങാമല്ലോ, ചത്തൊഴിയുന്നത് വരെ ചിലപ്പോൾ ആ പൊസിഷനിൽ ആ പദവിയിൽ ഇരിക്കുകയും ചെയ്യാം. ഇനി മറിച്ചാണെങ്കിലോ, ഒറ്റ ഒരു വാചകത്തിൽ അതിനുള്ള മറുപടി പറയാം. ഇപ്പോ വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത, അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്താണെന്ന് നോക്കിയാൽ മതി. അതായിരിക്കും അത്തരക്കാരെ കാത്തിരിക്കുന്നത്. അത്തരക്കാരെന്ന് പറഞ്ഞാല് നീതിപൂർവ്വം എന്തെങ്കിലും ചെയ്യാൻ, ഒരു IPS എന്നൊക്കെ പറയുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ചില കമ്മിറ്റ്മെന്റോടുകൂടി സാമൂഹിക പ്രതിബദ്ധതയൊക്കെ മനസ്സിൽ കരുതി ജോലിക്കൊക്കെ ചേരുന്നവരാ ചിലരൊക്കെ. എല്ലാവരും അല്ല, ചേരുമ്പോ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും. പെട്ടെന്ന് അവരൊക്കെ മാറും. ഭരണകക്ഷിയുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഏതാണ് ലാഭകരമായ വഴിയെന്ന് അവർ മനസ്സിലാക്കും. അങ്ങനെ അല്ലാത്ത ചിലരുണ്ട്, നമ്മുടെ യോഗേഷ് ഗുപ്തയെ പോലെ. അവർക്ക് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ രായ്ക്ക് രാമാനം പണി പോകും. ഇന്നലെ വിജിലൻസ് ഡയറക്ടർ ആണെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേക്കുന്നത് അഗ്നിശമന വിഭാഗത്തിന്റെ തലവനായിട്ടായിരിക്കും. പിന്നെ നമ്മുടെ ജോലി
തീപിടുത്തം ഉണ്ടാകുന്ന കോൾ വരുമ്പോൾ ആ കോളൊക്കെ എടുക്കുക, ചില ഫയർ എഞ്ചിനുകളൊക്കെ അങ്ങോട്ട് അയക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, അതിന്റെ റിപ്പയർ മുതലായ സംഭവങ്ങൾ, ഉദ്യോഗസ്ഥന്മാരുടെ ചെറിയ ചെറിയ സ്ഥലം മാറ്റങ്ങൾ, അതിലും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അവിടെയും ഈ ലോക്കലാന്മാര് മുതലുള്ളവർ ഇങ്ങോട്ട് ഇടപെടും. അങ്ങനെ അഗ്നിശമന വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഴപ്പണ്ടി കോർപ്പറേഷന്റെയോ ചെയർമാനായിട്ടോ MD ആയിട്ടോ തലവനായിട്ടോ വിരമിക്കാം. അതാണ് യോഗേഷ് ഗുപ്തയെ പോലെയുള്ള ആളുകളെ കാത്തിരിക്കുന്ന അനുഭവം. ഇപ്പൊ ഈ യോഗേഷ് ഗുപ്തയുടെ കേസിലും നമ്മുടെ പഴയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അവരാണ് ഒരു കഥാപാത്രമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ നവീൻ ബാബുവിന്റെ മരണത്തിന് ഇടയാക്കിയ ആ കുപ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം അല്ലെങ്കിൽ യാത്രയപ്പ് പ്രസംഗം നടത്തിയ ദിവ്യ, കണ്ണൂരിലെ CPM-ന്റെ ഭാവി തീപ്പൊരിയായിട്ട് കരുതിയിരുന്ന ആള്, അവിടെ വിപ്ലവം നടത്താൻ വേണ്ടി പാർട്ടി ഒരുക്കി നിർത്തിയിരുന്ന ആള്, KR ഗൗരി, സുശീല ഗോപാലൻ, അതിനുശേഷം നമ്മുടെ ശ്രീമതി ടീച്ചർ വരെ, അതായത് കേന്ദ്ര കോട്ടയില് കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ അനുവാദം കിട്ടിയിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് പോലും വന്നേക്കരുതേ എന്നുള്ള ഉത്തരവ് വാങ്ങിച്ചു കെട്ടിയ ശ്രീമതി ടീച്ചർ വരെയുള്ളവരുടെ പിൻഗാമിയായിട്ട് കണ്ണൂർ പാർട്ടി കണ്ടെത്തിയിരുന്ന ആളാ PP ദിവ്യ. അവർക്കെതിരായിട്ടൊരു കേസ് വന്നു. അവര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ബിനാമി കമ്പനി ഉണ്ടാക്കിയെന്നും ജില്ലാ പഞ്ചായത്തിന്റെ ചില കരാറുകള് ഈ കമ്പനിയിലേക്ക് ഇങ്ങനെ വഴിതിരിച്ചു വിട്ടെന്നും ഒരു പരാതി, അഴിമതി പരാതി. ഇത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് വിജിലൻസിന്റെ മുമ്പിൽ വന്ന ഒരു പരാതിയാ. അപ്പൊ ഈ യോഗേഷ് ഗുപ്ത വിജിലൻസ് എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് പ്രാരംഭ അന്വേഷണം, അങ്ങനെ ഒരു രീതിയുണ്ട്, പ്രാഥമിക അന്വേഷണം, അത് നടത്താനായിട്ട് തീരുമാനമെടുത്തു. അതങ്ങോട്ട് നടത്തി കഴിഞ്ഞപ്പോഴാണ് ഇത് വലിയ കൊസ്രാക്കുള്ളിയാണെന്ന് വിജിലൻസിനും പാർട്ടിക്കും ഒക്കെ മനസ്സിലായത്. ഇങ്ങനെ ഒരു ബിനാമി കമ്പനി ഉണ്ടെന്ന് തെളിഞ്ഞു. അതില് അല്ലെങ്കിൽ ഈ കമ്പനിയുമായിട്ട് ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നെ ബന്ധമുണ്ടെന്ന് പിടുത്തം കിട്ടുന്നു. എങ്ങനെയുണ്ട്? ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥൻ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അങ്ങയുടെ ഒരു സഹോദരൻ ഈ കമ്പനിയുടെ ഡയറക്ടറാണ് പോലും. PP ദിവ്യയുടെ ഭർത്താവിന് ഈ കമ്പനിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള ചില സൂചനകള് ഈ അന്വേഷണത്തിന്റെ ഫലമായിട്ട് പുറത്തു വരുന്നു. അപ്പോ യോഗേഷ് ഗുപ്ത എന്ത് തീരുമാനിച്ചു? എന്നാ പിന്നെ PP ദിവ്യയുടെ പേരിൽ ഒരു കേസെടുത്ത് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാ ചെയ്യേണ്ടത്? ഒരു അഴിമതി ആരോപണം വരുന്നു, അതിന്മേലൊരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു, അതിൽ അല്പം കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുന്നു, അപ്പൊ പിന്നെ എന്താ ചെയ്യുക? കേസെടുത്ത് അന്വേഷണം നടത്തുക. അങ്ങനെയാണ് പണ്ടും ഇപ്പോഴും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ കുറ്റാരോപണത്തിന്റെ മുന നീളുന്നത് ആരുടെ നേർക്കാ? CPM-ന്റെ ഒരു ഉജ്ജ്വല താരത്തിന് നേർക്കാണ്. PP ദിവ്യ. പാർട്ടി സമ്മതിക്കും? എന്നാലോചിച്ച് നോക്കി. പാർട്ടി അവരുടെ ഒരു ഭാവി വാഗ്ദാനമായിട്ട് കരുതി വളർത്തിക്കൊണ്ടുവരുന്ന ഒരാളാ. ഈ നവീൻ ബാബു കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്പത്തിനാണ് CBIയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ നിൽക്കുമ്പോ ഇതിന്റെ എല്ലാം മുകളിൽ മറ്റൊരു വിജിലൻസ് അന്വേഷണം കൂടെ വന്നാലോ? അതും ബിനാമി കമ്പനി, ജില്ലാ പഞ്ചായത്തിന്റെ കരാറ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സംഗതി ആകെ കോഴിച്ചൊക്കെ കുഴയുന്നത് പോലെ കുഴയുമെന്നറിയാം. അതുകൊണ്ടാണ് പാർട്ടി ഒരു നിലപാടെടുത്തു. അങ്ങനെ ഞങ്ങളുടെ പാർട്ടി നേതാവിനെതിരെ അന്വേഷണം നടത്താൻ ഉത്തരവിടാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അവരങ്ങനെ ആ പൊസിഷനിൽ ഇരിക്കണ്ട എന്ന് പാർട്ടി അങ്ങ് തീരുമാനിച്ചു. പാർട്ടി തീരുമാനിച്ചാൽ പിന്നെ അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉടനെ തന്നെ നിർദ്ദേശം പോകുന്നു, അതനുസരിച്ച് ഉത്തരവുകൾ ഇറങ്ങുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് മനോജ് എബ്രഹാം ഈ അഗ്നിശമന വിഭാഗത്തിന്റെ തലവനായിട്ട് ചുമതലയേറ്റത്. അദ്ദേഹം ആ കസേരയിലൊന്നും അമർന്നിരുന്നിട്ടില്ല, സ്വസ്ഥമായിട്ടൊന്നും ഇരുന്നിട്ടില്ല. അതിനു മുമ്പ് അദ്ദേഹത്തെ വിജിലൻസിലേക്ക് ഡയറക്ടറായിട്ട് മാറ്റുക. അദ്ദേഹത്തിന് വേണമെങ്കിൽ അതൊരു പ്രൊമോഷനാണെന്ന് പറയാം. നമ്മുടെ യോഗേഷ് ഗുപ്തയോ അദ്ദേഹം തിരിച്ചങ്ങോട്ട് പോയി അഗ്നിശമന വിഭാഗത്തിലേക്ക്. അപ്പൊ ഈ യോഗേഷ് ഗുപ്തയ്ക്കൊക്കെ പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്, അവർ വിചാരിച്ചു ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി ഇവരൊക്കെയാണ്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേറ്റ് ചീഫ്. പക്ഷെ ഇതിനേക്കാളൊക്കെ മുകളിലുള്ള ഒരു ആഭ്യന്തരമന്ത്രി അല്ലെ മന്ത്രിമാര് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ ഇരിപ്പുണ്ടെന്ന് യോഗേഷ് ഗുപ്തയെ മറ്റും ഓർത്തില്ല. അതാണ് പ്രശ്നം പറ്റിയെന്നാണ് ഒരു അന്തിമ വിശകലനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. പ്രാഥമിക അന്വേഷണം നടന്നപ്പോഴേ വേറെയും ചില കാര്യങ്ങൾ മനസ്സിലായി. കണ്ണൂരിലെ ഈ പാലക്കയം തട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മേപ്പടി കമ്പനി കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നു. ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ അവതാളത്തിലായേക്കാം എന്ന് പാർട്ടിക്ക് തോന്നി.
അത് മാത്രമല്ല, ഇനി ഒരു കൊല്ലം കഴിയുന്ന ഉടനെ തെരഞ്ഞെടുപ്പ് വരിക. തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണമാറ്റമൊക്കെ ഉണ്ടായാലോ? ഉണ്ടായ സംഗതി ആട്ടപ്പടലം തെറ്റും എന്ന് പാർട്ടി മനസ്സിലാക്കി. അതാണ് ഇത്ര പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് പാർട്ടി നീങ്ങിയത്. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ഈ വിജിലൻസ് ഡയറക്ടർ ഒരു ഭൂലോക മണ്ടനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം കാറ്റ് വീശുന്നതനുസരിച്ച് നമ്മൾ പാറ്റാൻ പഠിക്കണം. അതാണ് ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്. എനിക്കൊന്നും അദ്ദേഹം കേരളീയനല്ല, പുറത്തുനിന്ന് വന്ന ഒരാളാണ്. ഇവിടുത്തെ ഈ പാർട്ടിയൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു, എത്രത്തോളം മാരകശേഷിയുള്ളതാണ് പാർട്ടി എന്നൊക്കെ വേണ്ട പോലെ ബോധ്യം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം അവിടെ ബാക്കി കിടക്കുക. അദ്ദേഹം സത്യസന്ധമായിട്ട് അങ്ങ് ചിന്തിച്ചു പോയി. ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി വരുമ്പോഴേ ഇത് ആരെക്കുറിച്ചാണ് ആരോപണം, അവരുടെ പാർട്ടി അഫിലിയേഷൻ ഒന്നും സാധാരണഗതിയിൽ നോക്കാറില്ലല്ലോ. പക്ഷെ നോക്കണം. കേരളത്തിൽ അങ്ങനെ, പ്രത്യേകിച്ച് CPM ഭരിക്കുമ്പോൾ അങ്ങനെ, ഏത് പാർട്ടിയുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് CPM ഭരിക്കുമ്പോൾ അല്പം കൂടുതൽ അവരുടെ ഇക്കാര്യത്തിലുള്ള നിഷ്കർഷകൾ. അപ്പൊ നോക്കണം ഇത് ആരാണ് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളത്. അതാണ് നമ്മുടെ യോഗേഷ് ഗുപ്തയ്ക്ക് പറ്റിയ ഒരു തോൽവി. വേറെയും കുറ്റകൃത്യങ്ങള്, ചാർജുകള് നമ്മുടെ യോഗേഷ് ഗുപ്തയുടെ പേരിലുണ്ട്. വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ തന്നെ വനം വകുപ്പിലെ ഒരു റേഞ്ച് ഓഫീസറെ എന്തോ കാരണവശാല് സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഈ മന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഏതോ ഒരു വിദ്വാൻ, ആ ഒരു ആളില്ലാ പാർട്ടിയുടെ മന്ത്രിയാ, 8-10 മാസം ആ പാർട്ടിയുടെ കൊടി പിടിച്ച് നടന്നു എന്നതിന്റെ പേരില് മന്ത്രിയുടെ ഓഫീസ് ജോലി കിട്ടിയതാ. അവർക്കൊരു പൂതി പെട്ടെന്ന് ഈ റേഞ്ച് ഓഫീസറെ ഒന്ന് തിരിച്ചെടുക്കണമെന്ന്. അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിക്കോ മറ്റൊരു കത്തയച്ചു. സർക്കാരിലേക്ക് ഒരു കത്ത് വിട്ടു, ഇത് എടുക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല. വിജിലൻസ് ഡയറക്ടർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ പിന്നെ എടുക്കൽ അല്പം പ്രയാസമാണല്ലോ. അതുമല്ല, ഈ മനുഷ്യൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഏത് നമ്മുടെ യോഗേഷ് ഗുപ്ത. അത് കഴിഞ്ഞിട്ടാണ് IPS കിട്ടുന്നത്. അതിന്റെ ചില തൊന്തരവുകൾ, വേണ്ടാധീനങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ട് ആയതിന്റെ പേരിൽ അതായത് ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോഴേ അവിടെ ഈ വിൽപ്പനയുടെ കാര്യത്തിൽ അങ്ങേരത്തെ തട്ടിപ്പ് നടത്തിയിരിക്കുക, വ്യാപകമായ അഴിമതിയാ. ഇത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ ഉള്ളിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് ഉണർന്നെഴുന്നേറ്റത്. അത് പരിശോധിച്ചപ്പോൾ മുഴുവൻ പ്രശ്നമാണ്. അപ്പം ആ കമ്പനിക്കെതിരെ ഒരു കേസ് എടുക്കണമെന്ന് അദ്ദേഹം സർക്കാരിന് കത്തെഴുതി. ആലോചിച്ചു നോക്കണം, ഏത് പൊതുമേഖലാ സ്ഥാപനമാണെന്നൊന്നും ഇപ്പൊ പറയുന്നില്ല. കാരണം അതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഒരു CPM-നോ ഭരണകക്ഷിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഘടകകക്ഷിക്കോ ഒക്കെ താല്പര്യമുള്ളവരായിരിക്കാം. ഈ അല്ലറ വിൽപ്പനയുടെ കാര്യത്തിൽ ഒരു തട്ടിപ്പുകളൊക്കെ നടത്തിയതിന്റെ പേരിൽ ഇപ്പൊ കേസ് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ കാര്യമാണ്, അതൊക്കെ എന്തോ ഇടപാടാ. അതൊക്കെ ഈ കേരളത്തിലെ LDF ഭരിക്കുമ്പോൾ നടത്താവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കേസ് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതും പോരാഞ്ഞ് വേറെ ഏതോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ഇതുപോലെയുള്ള ക്രമക്കേടുകൾ ഇദ്ദേഹം കണ്ടെത്തി. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി പോയതുകൊണ്ടുള്ള പ്രശ്നമാണ്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊന്നും മനസ്സിലാകുമല്ലോ, ഈ കണക്ക് നോക്കിയാൽ പിടുത്തം കിട്ടത്തില്ലല്ലോ. ഇദ്ദേഹത്തിന് അത് മനസ്സിലായി കഴിഞ്ഞപ്പം ആക്ഷൻ എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്റെ തൊഴിലിനോട് ചെയ്യുന്ന ഒരു അനീതിയാണെന്ന് തോന്നിപ്പോയി. അത് അധാർമികമാണെന്ന് അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടായി. അതുകൊണ്ടാണ് ഇതിന്മേലൊക്കെ തുടർച്ചയായിട്ടുള്ള ആക്ഷനുകൾ വേണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചത്. ഇതെല്ലാം അദ്ദേഹത്തിന് വിനയായി. അവസാനം നമ്മുടെ PP ദിവ്യയുടെ ഈ ബിനാമി കമ്പനിയുമായി ബന്ധപ്പെട്ട കേസ് ആരോപണമാ. ഇപ്പോഴും ആരോപണം തെളിഞ്ഞിട്ടൊന്നുമില്ല. പ്രാഥമിക അന്വേഷണത്തില് ചില കാര്യങ്ങൾ മനസ്സിലാക്കി, അതിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് വിട്ടത്. അപ്പൊ അതുകൂടെ വന്നതോടെ യോഗേഷ് ഗുപ്ത സാറ് ഇനി വിജിലൻസിൽ ഇരിക്കണ്ട, കേരളത്തിലെ അഴിമതി കണ്ടെത്താനുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും അദ്ദേഹം ഏറ്റെടുക്കണ്ട എന്ന് സർക്കാർ അങ്ങ് തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രിയുടെ ഓഫീസിലോ ഇരുന്ന് ഇതിനൊക്കെ ചരട് വലിച്ച ചില ആളുകൾ, പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ചില മിടുക്കന്മാര്, അവരൊക്കെ ഇപ്പം ആത്മസന്തോഷം കൊണ്ട് അങ്ങനെ ചിരിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ നീക്കങ്ങള് വിജയിച്ചല്ലോ എന്നാലോചിച്ച്, എന്തോ നേടി എന്നൊരു ചിന്ത, ഒരു വിചാരം. അതുപോലെ പാർട്ടിയുടെയും സർക്കാരിന്റെയും താല്പര്യങ്ങൾക്ക്, പാർട്ടിയുടെയും സർക്കാരിന്റെയും താല്പര്യം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യത്തെക്കുറിച്ചല്ല, അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക്. അതിന് കുട പിടിച്ചു കൊടുക്കാത്ത ആളെ ഒതുക്കി എന്നൊരു തോന്നൽ, സന്തോഷം. സ്വന്തം തലയിൽ ഒരു പൊന്തൂലായി കൂടി ഇതിനെ കാണുന്നവരും ഉണ്ടാവാം. സംഗതിയൊക്കെ ശരിയാ, കുഴപ്പമൊന്നുമില്ല. യോഗേഷ് ഗുപ്തയ്ക്ക് ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ പെൻഷനൊന്നും പിടിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ലല്ലോ. ബിനാമി കമ്പനിക്കെതിരായിട്ട് നടപടിയെടുത്തതിന്റെ പേരില്, പൊതുമേഖലാ സ്ഥാപനത്തിലെ കള്ളക്കണക്കുകൾ പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പെൻഷനൊന്നും പിടിക്കാൻ പറ്റുകയല്ലോ. അതൊക്കെ അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹം കേന്ദ്ര സർവീസിലുള്ള ആളാണ്.
ഈ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് അഭിമാനിക്കാൻ വകയുള്ളൂ. മിസ്റ്റർ യോഗേഷ് ഗുപ്ത, താങ്കൾ IPS എന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ അഭിമാനം കാത്തുവന്നായിരിക്കും ഈ വാർത്ത വായിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനങ്ങൾ കരുതുക. ഇന്നിപ്പോ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തുനിന്ന് മാറി അഗ്നിശമന വിഭാഗത്തിന്റെ തലവനായി. അതെന്തു ആയിക്കൊള്ളട്ടെ, അതിന്റെ ഉയർച്ച താഴ്ചകളൊക്കെ അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങളെ ഒരു ഹീറോ ആയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ കാണാൻ പോകുന്നത്. അത് മാത്രം വിചാരിച്ചാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗുപ്തയെ അങ്ങ് ഒതുക്കി എന്ന് ആശ്വസിക്കുന്ന സന്തോഷിക്കുന്ന ചിലരോട് 2 വാക്ക്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇതൊക്കെ മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനങ്ങൾ, വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയൊക്കെ ഉള്ളവരായി പോയി കേരളത്തിലെ ജനങ്ങൾ. അവരുടെ കണ്ണില് നിങ്ങൾ ഓരോ നടപടികളും കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ അപഹാസ്യരാവുകയാണ്, കൂടുതൽ കൂടുതൽ നാണം കെടുകയാണ്. ഇവരാണ് നിങ്ങളെ 3ാം തവണ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വോട്ട് ചെയ്യേണ്ടത്. അത് മറക്കാതിരിക്കുക.